നമസ്കാരം. കണ്ണൂർ പയ്യാമ്പലത്ത് SFI പ്രവർത്തകർ തന്റെ കോലം കത്തിച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നു. കണ്ണൂരിൽ SFI നേതാക്കൾ തന്റെ കോലം കത്തിച്ചതിൽ ഒരു അത്ഭുതവുമില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. അവർ അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. എത്രയോ പേരെ കൊന്നവരാണ് തന്റെ കോലം കത്തിച്ചത് എന്നും ഗവർണർ വിമർശിച്ചു. മുഖ്യമന്ത്രിയാണ് പ്രതിഷേധങ്ങൾക്ക് അനുമതി നൽകുന്നത്. അവരെന്തിനാണ് ഈ നാടകം തുടരുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ആക്രമണം നടത്തിയവരെ മുഖ്യമന്ത്രി തന്നെ പിന്തുണയ്ക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ പങ്ക് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എൻ്റെ കോലം മാത്രമേ കത്തിച്ചിട്ടുള്ളൂ, പക്ഷേ കണ്ണൂരിൽ പലരെയും കൊന്നിട്ടില്ലേ എന്നും ഗവർണർ ചോദിച്ചു. ബില്ലുകളിൽ വ്യക്തത വരുത്തിയാൽ ഒപ്പിടുമെന്നും ഗവർണർ പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലത്താണ് ഇന്നലെ പാപ്പാഞ്ഞി മാതൃകയിൽ ഗവർണറുടെ 30 അടി ഉയരമുള്ള കോലം കത്തിച്ചത്. സംഭവത്തിൽ SFI നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് കലാപശ്രമമടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. പുതുവർഷത്തിലും ഗവർണറുമായി പോരിന് തന്നെയെന്ന സന്ദേശമായി SFIയുടെ കോലം കത്തിക്കൽ. കലാപശ്രമത്തിനും നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും ഉൾപ്പെടെ 4 വകുപ്പുകൾ ചേർത്താണ് ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനുശ്രീക്ക് പുറമെ ജില്ലാ സെക്രട്ടറി സഞ്ജീവ്, പ്രസിഡന്റ് വിഷ്ണു വിനോദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികളാണ്. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പയ്യാമ്പലം ബീച്ച്. ഇവിടെയാണ് ഇന്നലെ 30 അടി ഉയരമുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം SFI പ്രവർത്തകർ കത്തിച്ചത്. ബീച്ചിൽ പുതുവർഷം ആഘോഷിക്കാനായി നിരവധി പേർ എത്തിയിരുന്നു. ബീച്ചിൻ്റെ ഒരു ഭാഗത്തായി SFIയുടെ പ്രതിഷേധം നടന്നു. അനുശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു കോലം കത്തിക്കൽ. ദിവസങ്ങളായി സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് SFI ഉയർത്തുന്നത്. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റിയെന്നാരോപിച്ചാണ് SFI പ്രതിഷേധം തുടരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ SFI പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് മാറ്റിയത് വലിയ വാർത്തയായിരുന്നു. തിരുവനന്തപുരം പാളയം വഴിയുള്ള സ്ഥിരം വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർ വിമാനത്താവളത്തിൽ എത്തിയത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂട്ട് മാറ്റിയത് എന്നാണ് റിപ്പോർട്ട്. SFI പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ തെരുവിൽ ഇറങ്ങി കോഴിക്കോട്ട് ഗവർണർ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പിന്നാലെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ പലയിടത്തും കരിങ്കുടി പ്രതിഷേധം നടത്തി. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തലേന്നും തനിക്കെതിരെ SFI നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിൽ ഗവർണർ അസ്വസ്ഥനായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ അധികം മിണ്ടാതിരുന്നതിന് പിന്നിൽ ഇതാണെന്ന സൂചനയുണ്ട്. സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധമുണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ നിന്ന് ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയത്. സത്യപ്രതിജ്ഞ ശാന്തമായി നടക്കേണ്ടതിനാൽ തൽക്കാലം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഗവർണറെ AKG സെന്ററിന് സമീപം SFI അന്ന് കരിങ്കൊടി കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ജാമ്യത്തിൽ വിട്ടു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിച്ചപ്പോൾ തനിക്കെതിരെ പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിലും ഗവർണർക്ക് പ്രതിഷേധമുണ്ട്. വിമാനത്താവളത്തിലേക്ക് റൂട്ട് തീരുമാനിക്കുന്നത് പോലീസാണെന്നും തനിക്ക് അതിൽ ഒന്നും ചെയ്യാനില്ലെന്നുമാണ് ഇതേക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. തൻ്റെ വാഹനത്തിന് നേരെ പ്രതിഷേധമെത്തിയാൽ ഇനിയും പുറത്തിറങ്ങി പ്രതികരിക്കുമെന്നും ഗവർണർ ഡൽഹിയിൽ വെച്ച് പറഞ്ഞിരുന്നു. സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM ആണെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷൻ റദ്ദാക്കാൻ നിരവധി തവണ പറഞ്ഞതാണെന്നും ഗവർണർ പറഞ്ഞു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തിരുന്നതായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.